നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് പര്യവസാനം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നേരെ നമുക്ക് കഥയിലേക്ക് പോകാം. ഭർത്താവിൻ്റെ വിയോഗത്തിൽ ദുഃഖത്തിലാഴ്ന്നിരുന്ന രേണുവിന് ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴായിരുന്നു ബന്ധത്തിലുള്ള ഒരാൾ ഒരു രണ്ടാം വിവാഹാലോചനയുമായി വന്നത്. അമ്മയില്ലാത്ത രേണുവിന് എല്ലാം അച്ഛനായിരുന്നു. അച്ഛൻ്റെ നിർബന്ധം സഹിക്കാതെയായി. എൻ്റെ കാലം കഴിഞ്ഞാൽ നിനക്കും കുഞ്ഞുങ്ങൾക്കും പിന്നെ ആരാണുള്ളത്? ഈ ലോകത്ത് ഒറ്റയ്ക്ക് കഴിയാമെന്ന് എൻ്റെ മോൾക്ക് തോന്നുന്നുണ്ടോ? കഴുകന്മാരാണ് ചുറ്റിലും. എത്ര സൂക്ഷിച്ചാലും പേരുദോഷം വരാൻ ഒരു കാര്യവും വേണ്ട. ഇങ്ങനെ പോകുന്നു അച്ഛൻ്റെ ഉപദേശം. പെൺകുട്ടികൾ ചെറുതായതുകൊണ്ട് അവർക്കൊന്നും മനസ്സിലായില്ല. അവരും അച്ചാച്ചൻ്റെ ഒപ്പം അമ്മയെ ഉപദേശിക്കാൻ തുടങ്ങി. ഒടുവിൽ രേണു വിവാഹത്തിന് സമ്മതിച്ചു. വിവാഹം കഴിഞ്ഞ് പാലക്കാടേക്ക് താമസവും മാറി. പുതിയ സാഹചര്യവും ബന്ധുക്കളും എല്ലാം ഇണങ്ങി വരുന്നതേയുള്ളൂ. കുട്ടികളെ അവിടെയുള്ള സ്കൂളിലേക്ക് മാറ്റി ചേർത്തു. അവരും പുതിയ സ്കൂളും കൂട്ടുകാരും ഒക്കെയായി പൊരുത്തപ്പെടാൻ തുടങ്ങി. സുധി കർക്കശക്കാരനാണെന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ രേണുവിന് ബോധ്യമായി. രാവിലെ തന്നെ ഭക്ഷണം കഴിക്കണം. ചുറ്റും പരന്നു കിടക്കുന്ന വലിയ മുറ്റം അടിക്കാൻ ആൾ വന്നില്ലെങ്കിൽ അത് നിർബന്ധമായി രേണു ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അശ്രീകരമാണെന്ന് ആണ് അയാളുടെ വിശ്വാസം. എന്നുവേണ്ട പൂജ, വിളക്ക് കത്തിക്കൽ എല്ലാം കഴിഞ്ഞ് ഓഫീസിൽ പോയാൽ പിന്നെ രാത്രി വൈകിയാണ് വരവ്. പകൽ പറമ്പിൽ പണിക്കാരുണ്ടാകും. അവർക്ക് ചോറും കറിയും ഉണ്ടാക്കി കൊടുക്കണം. ഇതെല്ലാം കൂടി ചെയ്യാനുള്ള ത്രാണി തനിക്കില്ല. അതൊന്നും സുധിക്ക് അറിയണ്ട. മാത്രമല്ല അയാൾ തൻ്റെ കുഞ്ഞുങ്ങളോടൊന്നും മിണ്ടുക പോലുമില്ല. അങ്ങനെ രണ്ട് കുരുന്നുകൾ അവിടെ ഉണ്ടെന്ന് അയാൾക്ക് അറിയില്ലാത്തതുപോലെയാണ് പെരുമാറ്റം. വൈകിട്ട് കുഞ്ഞുങ്ങൾ വന്നാൽ കാപ്പിക്ക് കൊടുക്കാൻ എന്തെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ ദേഷ്യപ്പെട്ടു. ഇവിടെ ഉള്ളത് കൊടുത്താൽ മതി. ഇവരാരാ? രാജകുമാരികളോ? കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങാൻ സ്കൂളിലത്തേക്ക് ആവശ്യത്തിനോ വല്ലതും കാശ് ചോദിച്ചാൽ ഉടൻ ചോദിക്കും, എന്താ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഈ ചോദ്യവും പിന്നെ ക്രുദ്ധമായൊരു നോട്ടവും. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ പേടിച്ചാണ് ചോദിക്കുന്നത്. നിൻ്റെ പിള്ളേർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറയും. ഒരു ദിവസം 2 പേർ വന്ന് വീടിന് ചുറ്റും മുറിക്കകത്തുമൊക്കെ ക്യാമറ വെച്ചു. രേണുവിനൊന്നും മനസ്സിലായില്ല. പകൽ ആരൊക്കെ വരുന്നുവെന്ന് അപ്പോൾ അയാൾക്ക് അറിയാനാണെന്ന് പിന്നീടാണ് രേണുവിന് മനസ്സിലായത്. ക്യാമറ ഇടയ്ക്ക് കേടാകുന്നത് താൻ എന്തോ തിരിമറി കാണിക്കുന്നതാണെന്ന് പറഞ്ഞ് എപ്പോഴും ദേഷ്യപ്പെടാറുണ്ട്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മുതൽ വീട്ടുചെലവ് കൂടുന്നു, ധാരാളിത്തരമാണ് ഇവിടെ നടക്കുന്നത്, കറണ്ട് ബില്ല് കൂടുന്നു, ഇതൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടാൻ തുടങ്ങി. കുട്ടികൾ കിടക്കുമ്പോൾ മുറിയിലെ ഫാൻ വന്ന് ഓഫ് ചെയ്യുക, കുട്ടികൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഓഫ് ചെയ്യുക, കുഞ്ഞുങ്ങൾ അല്പമൊന്ന് ഉറക്കി ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ അശ്രീകരങ്ങൾ എന്ന് വിളിച്ച് വഴക്ക് പറയുക തുടങ്ങി ഓരോന്നും പ്രശ്നങ്ങളായി. പകൽ അയാൾ ഇല്ലാത്ത സമയം ആരൊക്കെയാണ് ഇവിടെ വരുന്നതെന്നും അത് ക്യാമറയിൽ കൂടെ അറിയുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞ് ഇടയ്ക്ക് വഴക്കും തുടങ്ങി. കൂടാതെ രാത്രിയിൽ കൂടെ കിടക്കാൻ ചെന്നില്ലെങ്കിൽ പ്രശ്നം, ചെന്നാൽ പ്രശ്നം. അയാൾക്കൊന്നിനും കഴിയാത്തതിലുള്ള ഇച്ഛാഭംഗം കൊണ്ട് രാത്രി മുഴുവൻ വഴക്കും ചീത്തവിളിയുമാണ്. എന്തു ചെയ്യണമെന്നറിയാതെ രേണു വിഷമിച്ചു. ഇങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകും എന്നറിയില്ല. ഈ വീട്ടിൽ പേടിച്ചാണ് കുഞ്ഞുങ്ങൾ കഴിയുന്നത് പോലും. അയാൾക്ക് ദേഷ്യം വന്നാൽ പിന്നെ എന്തൊക്കെയാണ് വായിൽ നിന്നും പുറത്തു വരുന്നതെന്നറിയില്ല. അയാളുടെ വലിയ 2 കാവൽ നായ്ക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണം പോലും വീട്ടിലില്ല. എന്നും പറമ്പിലുള്ള കപ്പങ്ങ കറിയും അച്ചാറുമാണ് ചോറിന്. അല്പം പാല് വാങ്ങിയാൽ തൈരുണ്ടാക്കാൻ പറ്റിയേനെ. പക്ഷേ ചായയ്ക്ക് പോലും പാൽ തരില്ല. പാൽ പട്ടികൾക്ക് ദിവസവും കൊടുക്കുന്നത് കാണാം. ഒരു ദിവസം രാത്രി അടുക്കളയിൽ പണിയൊതുക്കി നിന്നപ്പോൾ വരാറായില്ലേ എന്നയാൾ ഉറക്കെ ചോദിച്ചു. കുട്ടികൾക്ക് മുത്തവും കൊടുത്ത് രേണു മുറിയിൽ ചെന്നപ്പോൾ പെട്ടെന്ന് അയാൾ എന്നെ കിടക്കയിലേക്ക് വലിച്ചു കിടത്തി. പിന്നെ എന്തൊക്കെയോ ആക്രാന്തങ്ങൾ കാണിച്ചു. ഒടുവിൽ പരാജിതനായി മാറിക്കിടന്നു. ഞാൻ സ്നേഹപൂർവ്വം നമുക്കൊരു ഡോക്ടറെ കണ്ടാലോ എന്ന് ചോദിച്ചു. പിന്നെ ഉണ്ടായ കോലാഹലം ഒന്നും ഓർക്കാൻ വയ്യ. എന്നെ വേശ്യ എന്നിവരെ വിളിച്ച് അധിക്ഷേപിച്ചു. പിറ്റേന്ന് രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടാനായി ഞാൻ അടുക്കളയിൽ ധൃതിയിൽ നിൽക്കുമ്പോൾ മുറ്റം ഇതുവരെ അടിച്ചില്ലേ എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇതേ വാക്ക് വീണ്ടും വിളിച്ചു. ഇനി മേലാൽ എന്നെ ഈ വാക്ക് വിളിക്കരുത് എന്ന് ഉറച്ച ശബ്ദത്തിൽ ഞാൻ അയാളോട് പറഞ്ഞു. നിനക്ക് എവിടുന്നാണ് എന്നോട് ശബ്ദമുയർത്താൻ ഇത്ര ധൈര്യം കിട്ടിയത് എന്ന് ചോദിച്ച് എന്നെ അടിക്കാൻ കൈപൊക്കി. ഇത് കണ്ട് എൻ്റെ 10 വയസ്സുള്ള മൂത്ത മകൾ എൻ്റെ അമ്മയെ തൊടരുത് എന്ന് ഓടി വന്ന് പറഞ്ഞു. ഉടൻ കുഞ്ഞിൻ്റെ നേരെ അയാൾ ക്രുദ്ധനായി അടിക്കാൻ ചെന്നു. ഞാൻ ഇടയ്ക്ക് കയറി അയാൾ എന്നെയും അടിച്ചു. അപ്പോഴേക്കും കൊച്ചുമകളും കരയാൻ തുടങ്ങി. കൊച്ചുമോളെ അയാൾ പുറകോട്ട് തള്ളി.
അവൾ നിലത്ത് വീണ് നെറ്റിപൊട്ടി ചോര വന്നു. ഞങ്ങൾ 3 പേരും കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങിയത് കണ്ടതോടെ അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നമുക്ക് അച്ചാച്ചൻ്റെ വീട്ടിൽ പോകാം അമ്മേ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങി. പിന്നെ രേണു ഒന്നും ആലോചിച്ചില്ല. എന്തോ ഒരു ഉൾക്കരുത്ത് കിട്ടിയതുപോലെ അത്യാവശ്യം തുണികൾ പെട്ടിയിലാക്കി. അച്ഛന് സുഖമില്ല എന്ന് ഫോൺ വന്നു എന്ന് പറഞ്ഞ് അടുത്ത വീട്ടിലെ ചേച്ചിയെ കൊണ്ടൊരു ടാക്സി വിളിപ്പിച്ചു. വീട് പൂട്ടി താക്കോൽ ആ ചേച്ചിയെ ഏൽപ്പിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ട് രേണു സ്വന്തം വീട്ടിലേക്ക് പോയി. ഓഫീസിൽ നിന്ന് എത്തിയ വിവരമറിഞ്ഞ ഉടൻ തന്നെ അയാൾ എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. ഫോൺ എടുത്ത അച്ഛൻ ഇനി അവർ അങ്ങോട്ടേക്കില്ല എന്ന് തീർത്തു പറഞ്ഞു. പിന്നെ ജീവിതം ഒരു വാശിയോട് മുന്നോട്ട് പോയി. കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ വളർത്തി നഴ്സിംഗ് പഠിപ്പിച്ചു. ഇന്നെൻ്റെ മക്കൾ 2 പേരും കുടുംബമായി ഓസ്ട്രേലിയയിലാണ്. ഞാനിപ്പോൾ അവരുടെ കൂടെ മാറി മാറി താമസിച്ച് ജീവിതം ആസ്വദിക്കുന്നു. പൊള്ളുന്ന ജീവിതാനുഭവങ്ങൾ നല്ല ഒരു പര്യവസാനം എനിക്ക് സമ്മാനിച്ചതിൽ താൻ ദൈവത്തിന് നന്ദി പറയുന്നു എന്നാണ് രേണുവിന് പറയാനുള്ളത്. എങ്ങനെയുണ്ട് എൻ്റെ കഥ? കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇനി അടുത്തൊരു കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.